ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്കിടയിലെ ട്രെൻഡ്. ആരെ മത്സരിപ്പിക്കും, ആര് വിജയിക്കുമെന്നൊക്കെ ആർത്തു വിളിച്ചുകൊണ്ട് കേരളത്തിലെ പാർട്ടി നേതാക്കന്മാർ നടക്കുമ്പോൾ ബി.ജെ.പി. ഒട്ടും തന്നെ പിന്നോട്ടല്ല. രാജ്യം മൊത്തം പിടിച്ചെടുക്കാൻ ഒരുങ്ങുന്ന ബി.ജെ.പിക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളിയാകുന്നത് CPM തന്നെയാണ്. എന്നാൽ CPM-കാരുടെ ചില നയതന്ത്ര പരിപാടികളും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർ കണ്ടെത്തിയ പേരാണ് KK ശൈലജ. KK ശൈലജയെ കേരളം ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ്. കാരണം KK ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. CPM കേന്ദ്ര നേതൃത്വത്തിൽ ഏറെ സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളാണ് KK ശൈലജ. KK ശൈലജ എന്ന കമ്മ്യൂണിസ്റ്റുകാരി CPM-ന് വേണ്ടി പ്രവർത്തിച്ചത് അത്രയേറെ കാര്യങ്ങൾ തന്നെയാണ്. മികച്ച പ്രതിച്ഛായുള്ള കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ആഗോള ശ്രദ്ധേയമാക്കി മാറ്റിയെടുത്തതിൽ ടീച്ചർക്ക് വലിയ പങ്ക് തന്നെയാണ് ഉള്ളത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമായതിനാൽ ജയസാധ്യത മാത്രമാണ് പരിഗണിച്ചതും. നിലവിൽ CPM-ന് അനുകൂല സാഹചര്യമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ ഡൽഹിയിൽ നടത്തിയ സമരം ജനപിന്തുണ വർദ്ധിക്കാൻ ഇടയാക്കിയെന്നും നവകേരള സദസ്സിലെ ജനപിന്തുണ സാഹചര്യത്തിൽ അനുകൂലമായതിന്റെ സൂചനയാണ് എന്നുമാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM നേതാക്കൾ അങ്കത്തട്ടിൽ ഇറങ്ങാനുള്ള സ്ഥാനാർത്ഥികളുടെ ചർച്ചയും തീരുമാനമാക്കിയിട്ടുണ്ട്. മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിൽ പരിചയപ്രമുഖരെയും പുതുമുഖങ്ങളെയും വനിതകളെയും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് CPM പരിഗണിക്കുന്നത്. തോമസ് ഐസക്, AK ബാലൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പേരുകൾ ചർച്ചയിലുണ്ടായിരുന്നിരിക്കെ ചില ജില്ലാ സെക്രട്ടേറിയറ്റുകൾ നൽകിയിരുന്ന സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക പുറത്തു വന്നിരുന്നു. വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ ജനപ്രീതിയുള്ള മുതിർന്ന നേതാക്കളെയും MLA-മാരെയും CPM പരിഗണിക്കുന്നതായാണ് വിവരം. എന്നാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയിരിക്കുന്ന പട്ടികയിൽ KK ശൈലജ, A പ്രദീപ് കുമാർ, TV രാജേഷ് അടക്കം ഇടം പിടിച്ചിട്ടുണ്ട്. 2009 മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെ പിടിച്ച K മുരളീധരനിലൂടെ കോൺഗ്രസ് നിലനിർത്തിയ വടകര മണ്ഡലത്തിൽ ഇത്തവണ പ്രമുഖനെ മത്സരിപ്പിച്ച് തിരിച്ചു പിടിക്കാനാണ് CPM-ന്റെ നീക്കവും. A പ്രദീപ് കുമാറാണ് മണ്ഡലത്തിലെ മുൻതൂക്കം. ജനപ്രീതിയിൽ മുന്നിലുള്ള KK ശൈലജയുടെ പേരും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയ സാധ്യത പട്ടികയിലുണ്ട്. മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ച വേളയിൽ KK ശൈലജ നേടിയെടുത്ത ജനപ്രീതി മണ്ഡലം പിടിക്കാൻ മുതൽക്കൂട്ടാകുമെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. അതേസമയം കോഴിക്കോട് മണ്ഡലത്തിൽ രാജ്യസഭാംഗമായ എളമരം കരീമും V വസീഫും പട്ടികയിലുണ്ട്. മുഹമ്മദ് റിയാസ് അടക്കം പിന്തുണ വസീഫിനുണ്ട്. എന്നാൽ കോഴിക്കോട്ടെ MK രാഘവനെ മറിച്ചുകടക്കാൻ എളമരം കരീമിനെ പോലുള്ള ഒരു നേതാവാണ് വേണ്ടത് എന്നാണ് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തലും. KK ശൈലജയുടെ പേര് വടകരയ്ക്ക് ഒപ്പം കണ്ണൂരിലും പരിഗണിക്കപ്പെടുന്നതായാണ് വിവരം. കാസർഗോഡ് MV ബാലകൃഷ്ണനെയും TV രാജേഷിനെയും പരിഗണിക്കുന്നുണ്ട്. മലപ്പുറത്ത് UDF-ൽ നിന്നും അടർത്തിയെടുക്കുന്ന ഒരാളെയാകും പരിഗണിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. പാലക്കാട് M സ്വരാജിന്റെയും പേര് ഉയർന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക ചർച്ചകൾക്കായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്നിരുന്നു. 15 സീറ്റുകളിൽ CPM 4ഇടത്ത്, CPI ഒരെണ്ണത്തിൽ കേരള കോൺഗ്രസ് M മത്സരിക്കുമെന്നാണ് മുന്നണിയുടെ യോഗത്തിലെ തീരുമാനം. കേരള കോൺഗ്രസ് M മത്സരിക്കുന്ന കോട്ടയത്ത് തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയായി നിർത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ മാസം അവസാനത്തോടെയാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഉണ്ടാകുന്നത്.